മാങ്ങ ഇഞ്ചി വിളവെടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. മാങ്ങ ഇഞ്ചി എന്ന് പറഞ്ഞാൽ മാങ്ങയുടെയും ഇഞ്ചിയുടെയും ടേസ്റ്റും സ്മെല്ലും ഒക്കെ ഉള്ള ഒരു തരം ഇഞ്ചിയാണ് കേട്ടോ. ഇതാ ഇങ്ങനെ വെളുത്തിരിക്കും. അപ്പോൾ നമ്മളിത് ചട്നി ഉണ്ടാക്കാനും അച്ചാർ ഉണ്ടാക്കാനും ഒക്കെ ആയിട്ടാണ് ഉപയോഗിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ചില കറികളിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ചട്നി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് ദോശയ്ക്കൊക്കെ കൂടെ കഴിക്കാവുന്ന ഒരു ചട്നിയാണ്, അല്ലെങ്കിൽ ചോറിനൊപ്പമൊക്കെ കഴിക്കാവുന്ന ഒരു ചട്നിയാണ് കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം നട്ടിട്ട് അത് പറിച്ചിട്ടില്ല. അപ്പോൾ ഇതൊന്ന് പറിച്ച് നോക്കുകയാണ് കേട്ടോ. പറിക്കാനായിട്ട് ശ്രമിക്കും തോറും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണ്. അപ്പം ഞാനതൊന്ന് വീഡിയോ എടുത്തിട്ട് എല്ലാവർക്കും കാണിച്ചു തരാമെന്ന് കരുതിയിരിക്കുകയാണ് കേട്ടോ. ഉണക്ക ചാണകപ്പൊടി മാത്രമാണ് ഞാൻ ഇതിന് വളമായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പക്ഷെ ഇതിന്റെ വിളവ് കാണുന്നതാണ് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ. കണ്ടോ, അടുക്കടുക്കായിട്ട് ഉണ്ടായിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിതൊന്ന് ആ അടുക്കൊന്നും മുറിഞ്ഞു പോവാത്ത പൊട്ടിപ്പോവാത്ത രീതിയിലൊന്ന് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കിളച്ച മണ്ണൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ കയ്യിലാണെങ്കിൽ വലിയ മൺവട്ടിയൊന്നും ഇല്ല, ഇപ്പം ചെറുതാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. സാധാരണ നമ്മളിപ്പോൾ ഞാനിത് ഓൺലൈനിൽ വാങ്ങിച്ച ഒരു ടൂളാണ് കേട്ടോ. അപ്പം ഇത് ഇങ്ങനെ നമ്മുടേതായ ചെറിയ ഉപയോഗങ്ങൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഉപകാരമുള്ള ഒരു ടൂളാണ്. അപ്പം ഞാനത് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് പറിച്ചെടുക്കുകയാണ് കേട്ടോ. അതുണ്ടോ, വലിച്ചിട്ടൊന്നും പോരുന്നില്ല, മണ്ണ് മാറ്റിയിട്ടൊന്നും പോരുന്നില്ല കേട്ടോ. എനിക്കിത് മുഴുവനായിട്ടും അടുക്ക് പൊട്ടിപ്പോവാത്ത രീതിയിൽ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പെടുന്നത് കേട്ടോ. അപ്പോൾ മണ്ണെല്ലാം പിന്നെയും മാറി നോക്കുകയാണ് കേട്ടോ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ സമയത്ത് ഇതൊന്ന് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ ഇതിന്റെ ടേസ്റ്റ് പോകുന്ന പലരും പറയുന്നുണ്ടാവും. അപ്പോൾ ഇപ്പം മണ്ണെല്ലാം ഉണങ്ങി നിൽക്കുന്ന ഈ സമയത്ത് ചെടിയുടെ ഇലകളെല്ലാം ഉണങ്ങി പോയിട്ടുള്ള ആ ഒരു സമയത്താണ് ഇത് വിളവെടുക്കേണ്ടതെന്ന്. അപ്പം ഇതിന് നനയ്ക്കൽ തുടങ്ങുമ്പോഴേക്കും ഇതിന്റെ ടേസ്റ്റ് മാറും. പിന്നെ ഇത് ആ വിത്തെല്ലാം സൈഡിലുള്ള ആ മാങ്ങയിഞ്ചി ഉണ്ടല്ലോ, അതെല്ലാം വിത്തായി മാറിയിട്ട് മുളയ്ക്കാനൊക്കെ തുടങ്ങും. അപ്പം അതിന് മുൻപേ പറിച്ചെടുക്കണം. മുഴുവനായിട്ട് പറിച്ചെടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഓരോ കഷ്ണങ്ങളായിട്ട് അടർത്തി എടുക്കുകയാണ് കേട്ടോ. എന്നിട്ടും പറിച്ച് വലിച്ചൊക്കെ എടുത്ത് നോക്കി. വലിയ കൊത്തി ഉണ്ടെങ്കിൽ ആ കൊത്തി കൊണ്ട് ചുറ്റുള്ള ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് കൊത്തി ഇളക്കിയിട്ട് പറിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊന്നും എൻ്റെ കയ്യിലില്ല. ഇവിടെ ഞങ്ങളുടെ പാടത്തേക്ക് പണിക്കായിട്ട് കൊണ്ടുപോയിരിക്കുകയാണ് കേട്ടോ. ഞാനിത് അതാ കഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഇത്തിരി വിഷമമൊക്കെ ഉണ്ട് ഇതിങ്ങനെ ഒടിച്ചെടുക്കേണ്ടി വരുന്നതിൽ. ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് പറിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ്. അടുക്കടുക്കായിട്ടാണ് ഒരു തണ്ടിൽ, ഒരു ചെറിയൊരു തണ്ടിൽ നിന്നാണ് ഇത് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അത് അടുക്കടുക്കായിട്ട് ഓരോ കഷ്ണവും ഇങ്ങനെ നീണ്ടു പോകുന്നതനുസരിച്ച് അതിമേന്ന് പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആകെ 2 കട മാങ്ങയിഞ്ചി മാത്രമേ ഞാനിവിടെ നട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ നിന്നാണ് ഇത് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ഇതെന്ന് വെച്ചാൽ നമ്മുടെ വയറിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായിട്ടാണ് പണ്ട് കാലത്ത് മുതലേ മാങ്ങയിഞ്ചി കറിയായിട്ടും അച്ചാറായിട്ടും ചട്നിയായിട്ടും ഒക്കെ ഉപയോഗിച്ചിരുന്നത് കേട്ടോ. ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാനായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ അതാ ഒരു കട പറിച്ചെടുത്തു, അടുത്ത കട കൂടി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതും പറിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. അതിന്റെ നടുഭാഗത്ത് കണ്ടോ നല്ല മൂത്ത വിത്തുള്ളത്. ആ വിത്തിൽ നിന്നാണ് കേട്ടോ അത് ചുറ്റും ഭാഗത്തേക്ക് പടർന്നു പോയിരിക്കുന്നത്. അതായത് ഇങ്ങനെ അടുക്കടുക്കായിട്ടിരിക്കുന്നത് കണ്ടോ, വളരെ വലിയ സന്തോഷം. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെയൊക്കെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ടോ ഞാനിത് പറിക്കാനായിട്ട് കൊത്തി മണ്ണ് മാറ്റിയുമ്പോഴേക്കും അടിഭാഗത്തുള്ളതെല്ലാം ഒടിഞ്ഞൊടിഞ്ഞു വരികയാണ്. അപ്പോൾ അതും കൂടെ ഒടിച്ചെടുക്കുകയാണ് കേട്ടോ. അത് മുഴുവനായിട്ട് ഒന്നിച്ച് കാണിച്ചു തരാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ അടർത്തി എടുക്കട്ടെ. എന്നിട്ട് ബാക്കിയുള്ളതൊന്ന് പറിച്ചു പോന്നു. കണ്ടോ, ഇതിന് നല്ല വേരുണ്ട് കേട്ടോ. ആ വേര് ഇങ്ങനെ കൂടുതലായിട്ടുള്ളത് കാരണമാണ് പറിച്ചെടുക്കാനായിട്ട് ഇത്ര ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ടോ ഇതൊരു കടയാണ് കേട്ടോ. ഈ ഒരു കടയിൽ തന്നെ എത്രയാണെന്ന് നോക്കി. ഇതൊക്കെ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. ഇത് അടിയിലേക്കും പിന്നെയും ബ്രാഞ്ചസ് പോയിട്ട് പിന്നെയും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനിനി അതെല്ലാം പെറുക്കി വാരിയെടുക്കട്ടെ. ഞാനിപ്പോൾ ഇത് അച്ചാർ ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അച്ചാർ ഉണ്ടാക്കി കഴിയുമ്പോൾ ഞാനത് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്ന്. ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ. ചെറിയ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് എല്ലാം പരിഹാരമാണെന്നാണ് പണ്ട് കാലം മുതലേ ആളുകൾ പറയുന്നത് കേട്ടോ. അതാ മണ്ണിന്റെ അടിയിലേക്ക് പിന്നെയും വളർന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് കൊത്തിയെടുക്കുകയാണ്. ഒരുപാട് നല്ല പാടുണ്ട് കേട്ടോ, മണ്ണ് ഉണങ്ങി കിടക്കണ കാരണം. ഇതാ കണ്ടോ കൂടുതൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ വളരെ വലിയ സന്തോഷമാണ് കേട്ടോ എനിക്ക് തരുന്നത്. നിങ്ങൾക്കത് ഇതിന്റെ ഉപയോഗം അറിയോ എന്നറിയില്ല. പലർക്കും ഇത് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പണ്ട് കാലത്താണ് മാങ്ങയിഞ്ചി സാധാരണയായിട്ട് നാട്ടിൻപുറങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ അതിങ്ങനെ കാണാറില്ല. പക്ഷെ എനിക്ക് കുറച്ചൊരു 5-10 വർഷമായിട്ടാണ് എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ് കേട്ടോ. എനിക്ക് എവിടെന്നോ 2 ചെടികൾ കിട്ടിയിട്ട് ഞാനത് കൊണ്ടുവന്ന് നട്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് വേറെ ഒരു സ്ഥലത്ത് വാരമായിട്ട് നീളത്തിൽ വാരം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നട്ടിട്ടുണ്ട് കേട്ടോ. അതും കുറേ ഉണ്ടായിട്ടുണ്ട്. ഇത് മാത്രം പക്ഷെ 2 കട വേറൊരു സ്ഥലത്ത് നട്ടിരുന്നതാണ്. അപ്പൊ അത് ഇപ്പോൾ പറിച്ചെടുത്തിരിക്കുകയാണ്. ഇത് ഞാൻ ഭാരം എത്രയുണ്ടെന്ന് തൂക്കി നോക്കിയപ്പോൾ 1.5 കിലോഗ്രാമിനേക്കാൾ കൂടുതലുണ്ടായിരുന്നു കേട്ടോ.
എല്ലാം കഴുകിയെടുത്ത് നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ വേര് എല്ലാം ചെത്തി മാറ്റിയതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അത് ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം അച്ചാറുണ്ടാക്കാനും ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ പലർക്കും ഇത് കാണുമ്പോൾ ഇത് നിസ്സാര വസ്തുവല്ലേ, ചിലരൊക്കെ കണ്ടിട്ടില്ല എന്ന് പറയും, ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയും. പക്ഷെ ഇതൊരു നല്ല ഒരു ഔഷധമാണ് കേട്ടോ. പലതരത്തിലുള്ള ഔഷധ ഗുണങ്ങളുണ്ട്. നമ്മുടെ ഉദരസംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഇതൊരു പരിഹാരമാണ്. നമ്മൾ വില കൊടുത്ത് പല സാധനങ്ങളും വാങ്ങുമ്പോൾ അതിലുള്ള വിഷവസ്തുക്കൾ പലതരത്തിൽ അടങ്ങിയിട്ടുണ്ടാവും. അതിനെല്ലാം നമ്മുടെ വയറ്റിൽ നിന്ന് പുറന്തള്ളാനായിട്ടുള്ള ഒരു കഴിവ് ഈ മാങ്ങ ഇഞ്ചിക്ക് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. എവിടെന്നെങ്കിലും നിങ്ങൾക്ക് ഒരു മാങ്ങ ഇഞ്ചിയുടെ ചെറിയൊരു കഷ്ണം കിട്ടിയാൽ പോലും അത് കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിലെ സ്ഥലമില്ലെങ്കിൽ പോലും ചെടിച്ചട്ടിയിലായാലും ടെറസിലായാലും ഒരു ചാക്കിലായാൽ പോലും വളർത്താവുന്നതാണ് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഏവർക്കും നന്ദി, നമസ്കാരം.